മലയാളത്തിൻ്റെ നാഗമാണിക്യം, മലയാളികളുടെ നാഗമാണിക്യം ശ്രീ വാവ സുരേഷാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. കിട്ടിയ കുറച്ച് സമയത്തിനുള്ളിൽ കുറേ വലിയ കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. സുരേഷിന് തനിനിറത്തിലേക്ക് സ്വാഗതം. നമസ്കാരം, സന്തോഷം. എനിക്ക് ആദ്യം അറിയാനുള്ളത്, വാവ ഈ പേര് ഓർമ്മ വെച്ച നാൾ തൊട്ട് വാവാന്ന് തന്നെയാണോ വിളിച്ചുകൊണ്ടിരുന്നത്? അടുത്ത കാലത്തും ഒത്തിരി പേരെൻ്റെ ചോദിച്ചൊരു ചോദ്യമാണത്. ഇന്നലെ ഇങ്ങോട്ട് വരുന്ന ഇടയ്ക്ക് ഭക്ഷണം കഴിക്കാൻ ഇറങ്ങിയ സമയത്ത് ഒരു ഹോട്ടലിലെ സുഹൃത്തുക്കൾ പരിചയപ്പെട്ടു. ചേട്ടാ, വാവ എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചു. ഒന്ന്, എൻ്റെ അമ്മയും എൻ്റെ നാട്ടുകാർ എന്നെ വിളിച്ചിരുന്ന പേരാണ് വാവ. രണ്ട്, എൻ്റെ പേര് യഥാർത്ഥത്തിൽ സുരേഷ് എന്നാണ്, സുരേഷ് ബി എന്നാണ്. അച്ഛൻ്റെ പേര് ബാഹുലേ. അപ്പോൾ സുരേഷ് ബി എന്നാണ് പേര്. പിന്നെ കുറേ ആയപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ ഒട്ടനവധി വാവമാരുണ്ട്. അപ്പോൾ പല സാഹചര്യങ്ങളിലും യഥാർത്ഥം പറഞ്ഞാൽ കൗമുദിയുടെ ഒരു നമ്മുടെ റിപ്പോർട്ടുണ്ട്, ഒരു PK രാജൻ പുള്ളിയാണ് പറഞ്ഞത്, സുരേഷെ നമുക്ക് ഈ വാവയും കൂടെ മുന്നിൽ ചേർത്ത് പാമ്പിനെ കണ്ട് ആൾക്കാരെ വിളിക്കുന്നു, വാ വാ സുരേഷ് എന്നാണ്. പക്ഷേ അതിന് മുന്നേ ഞാൻ തീരുമാനിച്ചു, എൻ്റെ നാട്ടിൽ ഞങ്ങൾ 3-4 വാവമാരുണ്ട്. അതിൽ ഒരാൾ, 1-2 പേര് ഇത്തിരി ചെറിയ പ്രശ്നങ്ങൾ. അപ്പോൾ നിത്യേന അവരെ വീട്ടിലേക്ക് പോകുന്ന വഴിക്കാണ് എൻ്റെ വീട്. അപ്പോൾ രാത്രി കാലങ്ങളിൽ പോലീസ് നിത്യേന എൻ്റെ വീട്ടിൽ വരുന്നൊരവസ്ഥ ഉണ്ടായി. അപ്പോൾ പല കേസുകളിൽ അവരെ തേടി പോകുമ്പോൾ ആരെങ്കിലും പുതിയ ഒരു ഓഫീസർ വരുമ്പോൾ വാവയുടെ വീട് വാവ. അപ്പോൾ ഒരാളുടെ പേര് വാവയുടെ അടുത്ത പേര് വേറെ, എല്ലാം പേരുകൾ വേറെയാണ്. ആദ്യം വാവയെന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് എൻ്റെ വീട്ടിൽ നിന്ന് രാത്രി വിളിച്ചുണർന്നൊരു സാഹചര്യം വന്നു. ഞാൻ അത് നമുക്ക് ശരിയാവുന്ന നടപടിയല്ല. ഞാനും ചിന്തിച്ചു സുരേഷും കൂടെ ചേർത്ത് ഒരുമിച്ചാണ്. അങ്ങനെയാണ് ഞങ്ങൾ ആ പേര് അങ്ങ് ഫിക്സാക്കി. എഴുത്തുപത്തിലതല്ല, എഴുത്തുപത്തിൽ സുരേഷ് തന്നെയാണ്. സുരേഷ് പറഞ്ഞല്ലോ പോലീസുകാർ ആ സമയത്ത് വരുമായിരുന്നു. എന്തിനായിരുന്നു ആ സമയത്തൊക്കെ? അല്ല, അവർ പല കേസുകളിൽ ഇങ്ങനെ പെടുമ്പോൾ എൻ്റെ വീട് കഴിഞ്ഞ് 5 കിലോമീറ്റർ അപ്പുറം പോണ വഴിക്ക് ആരെങ്കിലും പറഞ്ഞാൽ ഇതാണ് അവർ വിടുന്ന പറയുമ്പോൾ എൻ്റെ വീട്ടിൽ അത് അങ്ങനെ വരും. പിന്നെ ഞാൻ കേട്ടിട്ടുണ്ട് 12 വയസ്സിൽ 13 വയസ്സല്ലേ, 13 വയസ്സിൽ ഒരു പാമ്പിനെ പിടിച്ചിട്ട് രഹസ്യമായിട്ട് വീട്ടിൽ കൊണ്ടുവച്ചു. അതെ, അന്നൊക്കെ രഹസ്യം, അന്നെല്ലാം രഹസ്യം. കാരണം നമ്മുടെ ഇന്നത്തെ തലമുറയെക്കാളും ഭയപ്പെട്ടിരുന്ന ഒരു തലമുറയായിരുന്നു. അച്ഛനെയും അമ്മയും അധ്യാപകന്മാരെയും വയസ്സിന് മൂത്തവരെയൊക്കെ ഭയപ്പെട്ടുന്നൊരു കാലം എൻ്റെയൊക്കെ ചെറുപ്പം. അപ്പോൾ ഞങ്ങൾ അമ്മ അടിക്കുന്നു, അച്ഛനടിക്കുന്നു, കൈകിട്ട ചേട്ടന്മാരടിക്കുന്നു, എല്ലാവരും എന്തെങ്കിലും തെറ്റുണ്ട് എല്ലാവരും അടിക്കും. ഇന്ന് അങ്ങനെയാണോ? അന്ന് ചേട്ടന്മാരടിച്ച് നമ്മൾ തിരിച്ചടിക്കും. തലമുറ ഇന്ന് അന്നത്തെ. അപ്പോൾ ഞാൻ ഇതിനൊക്കെ പേടിച്ച്, എനിക്കന്ന് എൻ്റെ കളറിൽ ഇഷ്ടപ്പെടുന്ന ഒരു ജീവിയാണ് കാക്ക. അപ്പോൾ ഞാൻ UPSC പഠിക്കുമ്പോൾ, ചെറുപ്പത്തിൽ UPSC പഠിക്കുമ്പോൾ പോയിട്ട് വരുന്ന വഴിക്ക് റോഡിലൊക്കെ ഒറ്റപ്പെട്ട് മഴയത്തൊക്കെ താഴെ കിടക്കുന്ന ആ കാക്ക കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് വന്ന് അതൊന്നും അമ്മയും എതിർക്കാറില്ല. അപ്പം ഞാൻ നമ്മുടെ വീട് വൈകുന്ന ഓട് ഇങ്ങനെ ഒരു ചെവറിനോട് ചേർത്ത് 2 ഓട് ചാരി വെച്ചിട്ട് മേളിലൊരു ഓട് വെച്ച്, വെളിയിൽ പോകുമായിരിക്കും മറച്ചൊരു ഓട് വെച്ച് പുറകുവശത്ത് ചുവരായിരിക്കും. അങ്ങനെ 6-7 കാക്ക കുഞ്ഞുങ്ങൾ എനിക്കുണ്ടായിരുന്നു. ആ സമയത്താണ് ഞാൻ സ്കൂളിൽ പോകാറില്ല, സത്യം പറഞ്ഞാൽ. സ്കൂളിൽ വല്ലപ്പോഴേ പോകാറുള്ളൂ. ഞാൻ പോകുന്ന വഴിക്ക് സ്കൂളിൽ പോകണമെന്ന് പറഞ്ഞാൽ രാവിലെ പോകും. എന്നിട്ട് താഴെ കൂടെ ഇറങ്ങി പഴയ നമ്മുടെ പാടത്തിൻ്റെ വരമ്പിൽ കൂടെയൊക്കെ പോയി അവിടെ ഏതെങ്കിലും പാടത്തിൻ്റെ നടുക്ക് വല്ല കപ്പയൊക്കെ കൃഷി അതിൻ്റെ ഇടയിൽ പാത്തിരുന്ന് അങ്ങനെയൊക്കെ ആയപ്പോൾ ഇങ്ങനെ ചെറിയ അതിഥികളെ കണ്ടു തുടങ്ങി. അങ്ങനെ ഒരു ദിവസം ഒരു ചെറിയ ഞാൻ ഇരുന്നതിൻ്റെ അടുത്തൊരു സാധനം പോയി. അപ്പോൾ ഞാൻ വെറുതെ ഒരു കമ്പെടുത്ത് ഇങ്ങനെ തട്ടിയപ്പോൾ അത് എന്താണെന്ന് നമുക്കറിയാം, വളരെ പെട്ടെന്ന് പത്തിയെടുത്തു. അപ്പോൾ എനിക്കൊരു ആശയം തോന്നി, എന്തായാലും ഇങ്ങനെ പത്തിയെടുത്ത് അങ്ങനെ അങ്ങ് നിന്ന്. അപ്പോൾ ഞാൻ അവിടെയൊക്കെ പരതി ഇടുന്നത്. അപ്പോൾ പണ്ട് ഞാൻ തന്നെ, അന്ന് നമുക്ക് പ്ലാസ്റ്റിക് ഇല്ലല്ലോ, അപ്പോൾ അന്നത്തെ ഹോർലിക്സിൻ്റെ കുപ്പി, ഒരു കണ്ണാടി കുപ്പി ഞാൻ തന്നെ മീൻ പിടിക്കാൻ അങ്ങോട്ട് കൊണ്ടിട്ടതാണ്. അപ്പോൾ ഞാൻ അത് എടുത്തുകൊണ്ട് വന്ന് ഇതിനെ വെച്ച് ഒരു കമ്പ് വെച്ച് ഈർക്കിൽ വെച്ച് തള്ളിനകത്ത് കയറ്റി ഞങ്ങളുടെ നാട്ടിൽ മാറാനെന്ന് പറയും, ചേമ്പ്, ആ ചേമ്പിൻ്റെ എല്ലാം 2 വെച്ച് പൊത്തി വാഴയുടെ നാരുകൊണ്ട് കെട്ടി ഈർക്കിലുണ്ട് ഹോളിട്ട് ശ്വാസം കിട്ടാൻ വേണ്ടി വീട്ടിൽ. അങ്ങനെ കുറേ ദിവസമൊക്കെ ആയപ്പോൾ വീട്ടിലറിഞ്ഞ് കണ്ടുപിടിച്ച് പിന്നെ അടിയായി. പിന്നെ അതങ്ങ് ഉപേക്ഷിച്ചു. എത്ര ദിവസം വെച്ചു? ഏകദേശം ഒരു 4-5 ദിവസം വെച്ചാണ്. അത്രേ ഉള്ളൂ. അത് കാക്ക കൂടാൻ ആരും ശ്രദ്ധിക്കുന്നില്ല. അതൊക്കെ ഒരു വൃത്തികെട്ട ജീവിയല്ലേ, എല്ലാവരും മനസ്സിലായി. അപ്പോൾ അവരാരും തന്നെ തീറ്റി കൊടുക്കാനും പോകത്തില്ല. ഞാൻ മാത്രമേ തീറ്റി കൊടുക്കാറുള്ളൂ. അപ്പോൾ അതാരും തുറക്കാറില്ല. ആദ്യം കാക്കയെന്നാ തുടങ്ങി. കാക്ക മാത്രം. എനിക്ക് പ്രാവുണ്ടായിരുന്നു, 250 പ്രാവുണ്ടായിരുന്നു. എനിക്ക് ഏകദേശം മുയലുണ്ടായിരുന്നു. പിന്നെ എന്നോടൊപ്പം രാവിലെ മോർണിംഗ് വാക്കിന് സഞ്ചരി നടന്നു പോകാൻ പറ്റുന്ന കീരി ഉണ്ടായിരുന്നു. പക്ഷെ അത് മരിച്ചു, അതിനൊക്കെ അസുഖങ്ങളുണ്ടാവും. അപ്പോൾ ഒരാൾ കുഞ്ഞിനെ, ഇത് ഉപേക്ഷിക്കപ്പെട്ട കുഞ്ഞിനെ കെട്ടിയെടുത്തുകൊണ്ട് ഞാൻ പരിപാലിച്ച് നടന്ന് ഞാൻ രാവിലെ മോർണിംഗ് വാക്കിന് നടക്കുമ്പോൾ എൻ്റെ റോഡിൻ്റെ സൈഡിൽ കുറേ ദൂരം നടക്കുമായിരുന്നു. അത് പിന്നെ പനി വന്നിട്ട് മരണപ്പെട്ടു. അപ്പോൾ എല്ലാ ജീവിയും, ഒന്ന് മാത്രമല്ല അപകടത്തിൽപ്പെടുന്ന. ഇപ്പോഴും എനിക്കുണ്ട് ഒരു പരുന്തുണ്ട്, ചിറകില്ല, കറപ്പിടിച്ച് ചിറക് പോയതാണ്. അപ്പോൾ അതുണ്ട്. അപ്പോൾ അതിന് നമുക്കൊരിക്കലും മറ്റൊരാളിനെ ഏൽപ്പിക്കാനോ തുറന്നു വിടാനോ കഴിയില്ല. അപ്പോൾ ഞങ്ങൾ തീറ്റി കൊടുത്ത് അതിനെ അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം. മരിക്കുന്നവരെ നമുക്ക് വേറെ ആരും, വേറെ ഉള്ളവരെ അതിനെ പിടിച്ചു കഴിഞ്ഞാൽ കൊണ്ടുകൊണ്ട്, അല്ല വേറെ ഇതിനെ സംരക്ഷിക്കുന്നു എന്ന് പറയുന്നവർ ഇതിനെ കൊണ്ടുപോയിട്ട് ആളില്ലാത്ത അതിനെ പറമ്പിൽ കൊണ്ട് കൊടുക്കും. അത് അവിടെ നിന്ന് മരണപ്പെടും. ഇപ്പോൾ വനത്തിലിട്ട് കഴിഞ്ഞാൽ വനം പൂപ്പർ അതിനെ കൊണ്ട് ഇവിടെ തുറന്നു വിടുന്ന കൊടുത്തുള്ളൂ. അവർക്ക് വെച്ച് തീറ്റെടുക്കാൻ കഴിയില്ല. അപ്പോൾ അതിൻ്റെ കാട്ടിക്കൊണ്ടുമ്പോൾ അതിനെ ഏതെങ്കിലും ജീവി പിടിച്ച് നശിപ്പിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ തുടങ്ങി. എന്തായാലും എല്ലാവരുടെയും ജനങ്ങളുടെ സപ്പോർട്ടോടുകൂടി തീർച്ചയായിട്ടും 35 വർഷം കഴിഞ്ഞു. അതിൽ ഏകദേശം 50,000-ൻ്റെ മേളിൽ കളക്ഷനുണ്ട്.